ഓക്കെ ആണോ? അപ്പൊ ഈ രണ്ട് ലോ ഓക്കെ ആണോ? ലോ ഓഫ് പ്രോക്സിമിറ്റി ആൻഡ് ലോ ഓഫ് സിമിലാരിറ്റി. യെസ് മാം, ഓക്കെ ആണ്. ഇനി അടുത്ത് വന്നത് ലോ ഓഫ് കണ്ടിന്യൂറ്റി ഓർ ഗുഡ് കണ്ടിന്യൂവേഷൻ. അതുകൊണ്ട് ഇപ്പൊ ഈ ലൈൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും അതൊരു കണ്ടിന്യൂസ്, അതിങ്ങനെ ബ്രോക്കൺ ആയിട്ട് തോന്നില്ല, ബ്രേക്ക് ആയ പോലെ തോന്നില്ല. ആ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ പെർസീവ് ചെയ്യും. ഇറ്റ് റെഫേഴ്സ് ടു അവർ ടെൻഡൻസി ടു പെർസീവ് ഫിഗേഴ്സ് ഇൻ കണ്ടിന്യൂവേഷൻ റാദർ ദാൻ ഇൻ പാർട്സ്. കണ്ടോ, പാർട്സ് ആക്കിയിട്ട് കാണുന്നതിനേക്കാൾ നമ്മളൊരു കണ്ടിന്യൂവേഷൻ നമ്മൾ പെർസീവ് ചെയ്യും. ദിസ് പ്രിൻസിപ്പിൾ ഈസ് എക്സിബിറ്റഡ് മോർ ഇൻ ദ പെർസെപ്ഷൻ ഓഫ് ലൈൻസുകൾ കൂടുതൽ പെർസീവ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു എബിലിറ്റി വെച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു ചിത്രം തന്നെ അവിടെ വരച്ചു വയ്ക്കാം. ഇനി ലോ ഓഫ് ക്ലോഷർ പറഞ്ഞു. ലോ ഓഫ് ക്ലോഷർ എന്താണ്? മിസ്സിംഗ് പാർട്സ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അതിനൊരു കറക്റ്റ് ഒരു സ്റ്റിമുലൈ ആയിട്ട് പെർസീവ് ചെയ്യും. കണ്ടോ, അപ്പൊ ഇവിടെ ഒരുപാട് സ്ഥലത്ത് മിസ്സിംഗ് പാർട്സ് ഉണ്ട്. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതൊരു കറക്റ്റ് ഒരു സ്റ്റിമുലൈ ആക്കിയിട്ട് ഒബ്ജക്ട് ചെയ്യുന്നുണ്ട്, ക്ലോസ്ഡ് ഒബ്ജക്റ്റ് ആയിട്ട് പെർസീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ പറ്റില്ല എക്സാം പേപ്പറിൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ഒരു സർക്കിൾ വരയ്ക്കാം എക്സാമ്പിൾ ആയിട്ട്. പരമാവധി വെക്കാൻ പറ്റുന്നവർക്കൊക്കെ ഡയഗ്രാം വരച്ചു വെക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു സംഭവം വരച്ചാൽ മതി. അപ്പൊ എന്താണ്? ഇവിടെ മിസ്സിംഗ് പാർട്സ് ഉണ്ട്, പക്ഷെ നമ്മളതൊരു സർക്കിൾ ആയിട്ട് പെർസീവ് ചെയ്യുന്നുണ്ട്. ഇനി ലോ ഓഫ് കോമൺ റീജിയൻ ഓർ കോമൺ ഫേറ്റ്, അതായത് ഒരേ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യും. ഇപ്പൊ ഇവിടെ കണ്ടോ, ഞാൻ ഈ ഭാഗത്തേക്ക് കുറച്ച് ഡയറക്ഷൻ ഇട്ടിട്ടുണ്ട്, ഈ ഭാഗത്തേക്ക് കുറച്ച് ഡയറക്ഷൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ പെർസീവ് ചെയ്യുമ്പോൾ ഇതൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് പെർസീവ് ചെയ്യും, ഇത് വേറൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് പെർസീവ് ചെയ്യും. അതാണ് ലോ ഓഫ് കോമൺ റീജിയൻ ഓർ കോമൺ ഫേറ്റ്. ഇനി ലോ ഓഫ് ഗുഡ് ഫോം ഓർ പ്രാഗ്നൻസ് ഉണ്ട്. അതായത് ഒളിമ്പിക്സിന്റെ ചിഹ്നം ഓർത്ത് വെക്കാം. ഒളിമ്പിക്സിലെ 5 വളയങ്ങളുണ്ട് അല്ലെ? റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് 5 വളയങ്ങളുണ്ട്. നമ്മൾ ആരെങ്കിലും അത് ചുവന്ന റൗണ്ട്, പച്ച റൗണ്ട്, യെല്ലോ റൗണ്ട്, നീല റൗണ്ട് എന്നൊന്നും പറയുന്നില്ല. നമ്മൾ അതിനെന്താണ് പറയുന്നത്? ഒളിമ്പിക്സിന്റെ ചിഹ്നം എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗുഡ് ഫിഗർ ആക്കിയിട്ട് പറയും. According to this principle, out of all possible ways of grouping stimuli, we tend to group stimuli in the simplest and stable shape. കണ്ടോ, പരമാവധി നമ്മൾ ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റിമുലൈനെ പെർസീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ലോ ഓഫ് ഗുഡ് ഫോം ഓർ പ്രാഗ്നൻസ് എന്ന് പറയുന്നത്. Thus we can say that simpler forms are more perceived by us. For example, instead of perceiving figure as consisting of 5 circles, we tend to perceive it as a symbol of Olympics. കണ്ടോ, 5 സർക്കിളായിട്ട് പറയുന്നതിനേക്കാൾ നമ്മൾ എപ്പോഴും എന്തെന്നാണ് പറയുന്നത്? അത് ഒളിമ്പിക്സിന്റെ ചിഹ്നമാണ്. അപ്പൊ ആ ഒരു സിംപ്ലിസിറ്റി അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മീനിങ് നമ്മൾ ഒരു സ്റ്റിമിലേക്ക് കൊടുക്കാനായിട്ട് നോക്കും. അതാണ് ലോ ഓഫ് ഗുഡ് ഫോം ഓർ പ്രാഗ്നൻസ്. മനസ്സിലായോ? ഇനി അടുത്തത്, പിന്നെ ഈ ഒരു ചാപ്റ്ററിലെ ഇതൊക്കെ നോക്കുക കേട്ടോ. സൈസ് കോൺസ്റ്റൻസി, ഷേപ്പ് കോൺസ്റ്റൻസി, കളർ കോൺസ്റ്റൻസി ഒക്കെ നോക്കുക. 4ാമത്തെ ചാപ്റ്റർ പെർസെപ്ഷൻ ടൈപ്സ് ആൻഡ് എറേഴ്സ് വരും. അപ്പൊ അതിലെ പെർസെപ്ഷൻ, ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ്, മോണോക്കുലർ ക്യൂസും ബൈനോക്കുലർ ക്യൂസും പറയുന്നുണ്ട്. മോണോക്കുലർ ക്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു കണ്ണിൽ നിന്നും മാത്രം ഇൻഫർമേഷൻസ് ആണ് ബ്രെയിൻ എടുക്കുന്ന വെച്ചെങ്കിൽ അതിനെ മോണോക്കുലർ ക്യൂസ് എന്ന് പറയും. കണ്ടോ, 1 eye മീനിയൻ, ഒരു കണ്ണുള്ളൂ. അപ്പൊ ഒരു കണ്ണിൽ നിന്ന് മാത്രം ഇൻഫർമേഷൻസ് ബ്രെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മോണോക്കുലർ ക്യൂസ് എന്ന് പറയും. ദോസ് ആർ ഇൻഫർമേഷൻ ഓർ ക്യൂസ് ദാറ്റ് അവർ ബ്രെയിൻ റിസീവ്സ് ഫ്രം 1 eye ഓൺലി, ഒരു കണ്ണിൽ നിന്ന് മാത്രം. ബൈനോക്കുലർ ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? 2 കണ്ണിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പൊ മോണോക്കുലർ ക്യൂ വീക്കർ ആണ്, ബൈനോക്കുലർ ക്യൂസിനേക്കാൾ വീക്കർ ആണ്. ബൈനോക്കുലർ ക്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടിയതാണ്. മോണോക്കുലർ ക്യൂസിന് കുറച്ച് എക്സാമ്പിൾസ് പറയാം, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള മോണോക്കുലർ ക്യൂസ് എന്ന് പറയുന്നത് റിലേറ്റീവ് സൈസ്, ടെക്സ്ചർ ഗ്രേഡിയന്റ്, ഏരിയൽ പെർസ്പെക്റ്റീവ് ഓർ ഹേസ്, ലീനിയർ പെർസ്പെക്റ്റീവ്. ഇവിടെ റിലേറ്റീവ് സൈസ് എന്ന് പറയുന്നത് ഒരു ക്യൂ ആണ്. പറഞ്ഞുതരാം, റിലേറ്റീവ് സൈസ് എന്ന് പറയുന്നത് about the distance of an object based on its relative size with a similar object. This Q works on both 2-dimensional and 3-dimensional image. The basic premise is that if 2 objects are of the approximately similar size, then the object will is closer is perceived as larger. എന്താണ്? നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റ് വലുതായിട്ട് തോന്നും, അകലെയുള്ള ഒബ്ജക്റ്റ് ചെറുതായിട്ട് തോന്നും. അപ്പൊ അതിന്റെ സിമിലർ സൈസ് ഒക്കെ നമുക്കറിയാം. ഇപ്പൊ ഒരു പാരഷൂട്ട് അകലെ പോകുന്നുണ്ട്, കുറച്ച് അടുത്തായിട്ട്
ഒരെണ്ണം പോകുന്നുണ്ട്. നമ്മൾ അതിനെ അടുത്തുള്ളതിനെ എങ്ങനെയായിരുന്നു വലുതായിട്ട് പെർസീവ് ചെയ്യുന്നു, അകലെയുള്ളതിനെ ചെറുതാക്കിയിട്ട് പെർസീവ് ചെയ്യുന്നു. അതാണ് റിലേറ്റീവ് സൈസ്. ഇനി അടുത്തത് ടെക്സ്ചർ ഗ്രാഡിയന്റ്. ടെക്സ്ചർ ഗ്രാഡിയന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്തുള്ളതിനെ കുറച്ച് റഫ് ആയിട്ടായിരിക്കും നമ്മൾ പെർസീവ് ചെയ്യുക. ഇപ്പൊ ഒരു ചുമരിന്റെ ഏറ്റവും അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഭയങ്കര റഫ് ആയിട്ട് തോന്നും. അകലെ നിന്ന് നോക്കുകയാണെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് തോന്നും. ഇതാണ് ടെക്സ്ചർ ഗ്രാഡിയന്റ്. അതായത് കണ്ണിന്റെ അടുത്തുള്ളത് റഫ് ആയിരിക്കും. കണ്ടോ, nearer to our eyes are rough or distinct, but as you move further away from it, the texture of the object will become less distinct or smooth. കണ്ടോ, അകലേക്ക് പോയി നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് തോന്നും. ഇനി ഏരിയൽ പെർസ്പെക്റ്റീവ്സ് ഓർ ഹെയ്സ്. ഹെയ്സ് എന്ന് പറയുന്നത് എൻവയറമെന്റിലുള്ള പൊടിപടലങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. Objects are perceived at a distance if there is a presence of haze in the environment. ഹെയ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ കോടയൊക്കെ അല്ലേ, കോടമഞ്ഞ്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മള് കുറച്ചും കൂടി അകലെയായിട്ട് പെർസീവ് ചെയ്യും. ഇപ്പൊ നല്ല കോടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള മല നമുക്ക് എന്തായിരിക്കും, ഭയങ്കര ദൂരെയായിട്ട് തോന്നും. അതാണ് ഏരിയൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഹെയ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലീനിയർ പെർസ്പെക്റ്റീവ് ഉണ്ട്. This cue is based on the convergence of straight line at a point on the horizon. An appropriate examples of this cue could be the perception of convergence of rail tracks at a distance. This cue suggests that the closer the lines are, the greater will be the distance. അകലം കൂടും തോറും ഡിസ്റ്റൻസ് കൂടുകയാണ് നമുക്ക് തോന്നും. കണ്ടോ അല്ലെ, ക്ലോഷർ ആവുമ്പോൾ. കണ്ടോ, റെയിൽവേ ട്രാക്ക് ഇങ്ങനെയല്ലേ, അകലേക്ക് പോകുന്തോറും നമുക്ക് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് തോന്നും. അപ്പൊ അതാണ് ക്ലോഷർ ലൈറ്റ്സ് കാണുമ്പോൾ എന്താണ്, ഡിസ്റ്റൻസ് കൂടുതലാണെന്നാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. അതാണ് ലീനിയർ പെർസ്പെക്റ്റീവ്. ഇനി അടുത്തത് ഇന്റർപോസിഷൻ ഓർ ഒക്ലൂഷൻ. When two objects are overlapped, when the object which has been overlapped or obscured will be perceived as further away than the overlapping object. ഇവിടെ ഒരു റൗണ്ട്, ഒരു സർക്കിള്, ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു പിക്ചറാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും അടിയിലിരിക്കുന്ന ഒബ്ജക്റ്റ് കുറച്ച് അകലെയാണ് നിൽക്കുന്നതായിട്ട് തോന്നും. കാരണം എന്താ, ബാക്കി വേറെ രണ്ട് ഒബ്ജക്റ്റുകൾ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും അടിയിലുള്ള ഒബ്ജക്റ്റ് എന്തായിരിക്കും, കുറച്ച് ഡിസ്റ്റന്റ്, കുറച്ച് അകലെയാണ് നിൽക്കുന്നത് എന്നുള്ളത് തോന്നും. ഇതാണ് ഇന്റർപോസിഷൻ ഓർ ഒക്ലൂഷൻ. ഇനി അടുത്തത് അക്കോമഡേഷൻ ഉണ്ട്. ഈവൻ ദോ ദിസ് ക്യൂ ഒക്കേഴ്സ് വിത്ത് ബോത്ത് ഐസ്, ഇറ്റ് ഈസ് സ്റ്റിൽ കൺസിഡേർഡ് ആസ് എ മോണോക്കുലർ ക്യൂ. ഇത് രണ്ട് കണ്ണിലും നടക്കുന്നതാണ്, പക്ഷെ ഇത് മോണോക്കുലർ ക്യൂ ആയിട്ടാണ് പറയുന്നത്. അതായത് known as accommodation because the size of our lenses accommodates themselves based on the distance. Our lenses become thicker when an object lies closer to eyes, while it becomes thinner when an object lies at a distance. അതായത് അടുത്തേക്ക് വരും തോറും നമ്മുടെ കണ്ണുകൾ എങ്ങനെയാവും, ഭയങ്കര തിക്കാവും, അകലേക്ക് പോകും തോറും തിന്നാവും. അതാണ് പറയുന്നത്. അപ്പൊ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. ഇത് രണ്ട് കണ്ണുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്യൂ ആണെങ്കിൽ കൂടി ഇത് മോണോക്കുലർ ക്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണോ? അത് മോണോക്കുലർ ക്യൂ ഓക്കെ ആയോ? ഓക്കെ ആണോ? ഇനി അടുത്തത് ബൈനോക്കുലർ ക്യൂ ഉണ്ട്. അപ്പൊ എന്താണ്, രണ്ട് കണ്ണും വെച്ചിട്ടുള്ളതാണ്. അതിലെ 2 ടൈപ്സ് ആണ് പറയുന്നത്, റെറ്റിനൽ ഡിസ്പാരിറ്റി, അതുപോലെ തന്നെ കൺവേർജൻസ്. Retinal disparity. We humans have 2 eyes separated by the distance of average 6.3. അതായത് നമ്മുടെ കണ്ണിന്റെ രണ്ട് കണ്ണിന്റെയുള്ള ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6.3 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നമ്മുടെ റെറ്റിനൽ ഇമേജിലും ഇതേപോലെ ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ഒബ്ജക്റ്റ് കണ്ണിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് തോന്നും. And the closer an object is to eyes, greater will be the difference in its imaging. കണ്ടോ, അപ്പൊ അതിന്റെ റെറ്റിനൽ ഇമേജിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് തോന്നും. അതാണ് റെറ്റിനൽ ഡിസ്പാരിറ്റി. Our brain analyzes the degree of disparity between these two separate retinal images and produces a single image of the object to judge information on depth, height and width. അപ്പൊ നമ്മുടെ കണ്ണിലേക്ക് ബ്രെയിനിലേക്ക് എത്തുന്നത് എന്താണ്, രണ്ട് കണ്ണിൽ നിന്നുള്ള ഇമേജ് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു 6.3 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഡിഗ്രി ഓഫ് ഡിസ്പാരിറ്റി ബ്രെയിൻ അനലൈസ് ചെയ്യും. എന്നിട്ട് രണ്ട് കണ്ണിലത്തെ റെറ്റിനൽ ഇമേജ് കൂടിയിട്ട് എന്താക്കും, ഒരു സിംഗിൾ ഇമേജ് ആക്കിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഡെപ്തും ഹൈറ്റും വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതാണ് റെറ്റിനൽ ഡിസ്പാരിറ്റി. ഇനി അടുത്തത് കൺവേർജൻസ് പറയുന്നുണ്ട്.
our eyes make an angle while focusing on an object. അതായത് നമ്മുടെ രണ്ട് കണ്ണുകളുണ്ട്. അപ്പൊ അതൊരു ഒബ്ജക്റ്റിലോട്ട് നോക്കുമ്പോ എന്താണ്, അവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെയാണ് കൺവേർജൻസ് ആംഗിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് ഒരു കണ്ണ്, ഇത് രണ്ടാമത്തെ കണ്ണ്. ഈ രണ്ട് കണ്ണിൽ നിന്നും നമ്മളൊരു ഒബ്ജക്റ്റിന് ഇവിടെ നോക്കുകയാണ്. ഇതാണ് ഒബ്ജക്റ്റ്. ഇതിലോട്ട് നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് കൺവേർജൻസ് ആംഗിൾ എന്ന് പറയുന്നത്. കൺവേർജൻസ് ആംഗിൾ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് നിയർ ബൈ ഒബ്ജക്ട്സ് ആർ ഡിഫറെന്റ്. ഇത് അടുത്തും അകലെയുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ കൺവേർജൻസ് ആംഗിൾ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇത് കണ്ടോ, കൺവേർജൻസ് ആംഗിൾ ഇങ്ങനെ വന്നു. ഇനി കുറച്ച് അകലെയാണെന്ന് വിചാരിക്കുക, കൺവേർജൻസ് ആംഗിൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അകലെയുള്ള ഒബ്ജക്റ്റുകൾക്കും അടുത്തുള്ള ഒബ്ജക്റ്റുകൾക്കും കൺവേർജൻസ് ആംഗിൾ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. when an object is at a distance our eyes make smaller convergence angle. കണ്ടോ, അകലെയാണെന്നുണ്ടെങ്കിൽ കൺവേർജൻസ് ആംഗിൾ ചെറുതായിരിക്കും, അടുത്താണെങ്കിൽ എന്തായിരിക്കും, കൺവേർജൻസ് ആംഗിൾ വലുതായിരിക്കും. അപ്പൊ അകലെയാണെന്നുണ്ടെങ്കിൽ when an object is closer to our eyes our eyeballs rotate inwards and form large convergence angle. ഇനി ഒബ്ജക്റ്റ് അടുത്തോട്ട് വരുമ്പോ എന്തായിരിക്കും, നമ്മുടെ ഐബോൾ ഒക്കെ ഉള്ളിലോട്ട് റൊട്ടേറ്റ് ചെയ്യും, എന്നിട്ട് വലിയൊരു കൺവേർജൻസ് ആംഗിൾ ഫോം ചെയ്യും. ദിസ് ചേഞ്ച് ഇൻ കൺവേർജൻസ് ഗിവ് എ ക്ലൂ അബൌട്ട് ഡിസ്റ്റൻസ് ആൻഡ് ഡെപ്ത് ടു ദ പെർസീവർ. അപ്പൊ ഇങ്ങനെ ഈ ഒരു കൺവേർജൻസ് ആംഗിളിലെ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ വരുമ്പോഴാണ് എന്ത്, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസും ഡെപ്തും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതാണ് കൺവേർജൻസ് എന്ന് പറയുന്ന ബൈനോക്കുലർ വ്യൂ. മനസ്സിലായോ? ഓക്കെ ആണോ? യെസ് മാം, ഓക്കെയാണ്. ഇനി ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മൂവ്മെന്റ് പെർസെപ്ഷൻ ഒക്കെ ഓക്കെയാണ്. റെറ്റിനൽ മോഷൻ, ഇത് വിടാം. അടുത്തത് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എറേഴ്സ് ഇൻ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റിമുലൈനെ നമ്മൾ പെർസീവ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടി ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമ്മൾ ഈ പെർസെപ്ഷൻ, നമ്മൾ ഈ മോണോക്യുലർ ക്യൂസും ബൈനോക്യുലർ ക്യൂസും, പക്ഷെ നമ്മൾ എപ്പോഴും രണ്ട് കണ്ണും കൊണ്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയുള്ള പെർസെപ്ഷനെ കുറിച്ച് പറയുന്നത്, നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിലാണോ? എനിക്ക് എപ്പോഴും ഉള്ളൊരു സംശയം അത് ചില പെർസെപ്ഷനിൽ നമ്മളിപ്പോ പറയുന്നത് ഇവിടെ കണ്ടിട്ടില്ലേ, 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ മോണോക്കുലർ ക്യൂസ് എടുത്തു, കണ്ടില്ലേ, ഇവിടെ കണ്ടോ, ഒരു കണ്ണിൽ നിന്ന് മാത്രം വരുമ്പോ, ഇപ്പൊ നമ്മള് കണ്ണടച്ച് കാണുമ്പോ ഒരു കണ്ണിൽ നിന്ന് മാത്രം എത്തുമ്പോ ആ ഒരു ഡിസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് റിലേറ്റീവ് സൈസ് ഒക്കെ പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കണ്ണിൽ നിന്ന് മാത്രം നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ അതാണ് മോണോക്കുലർ ക്യൂസ്. 2 കണ്ണിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ബ്രെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, ബൈനോക്കുലർ ക്യൂസ്. എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ചില നേരത്തൊക്കെ ശരിയാണ്, ചില നേരത്തൊക്കെ തെറ്റാന്ന് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോ ഇങ്ങനെ പഠിക്കണം. ഓക്കെ ആണോ? ഇത് നമ്മളിങ്ങനെ നോക്കുന്നില്ല, അങ്ങനെ കണ്ണടച്ചു വെച്ച് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണും എന്നുള്ളതാണ്. അത് എനിക്ക് എപ്പോഴും സംശയം, നമ്മൾ അങ്ങനെ നോക്കണില്ലല്ലോ, പിന്നെ എന്തിനാ? അത് നമ്മുടെ പെർസെപ്ഷനിൽ വരുന്ന വ്യത്യാസങ്ങളാണ് പറയുന്നത്. 2 രീതിയിൽ നമുക്ക് പെർസീവ് ചെയ്യാം. ഇപ്പൊ 2 കണ്ണുകൾ ഉണ്ടെങ്കിൽ കൂടി ചിലത് ഒരു കണ്ണിൽ നിന്ന് മാത്രം നമ്മുടെ ബ്രെയിനിലോട്ട് ഇൻഫർമേഷൻ എത്തുമ്പോ അതെങ്ങനെ പെർസീവ് ചെയ്യുന്നു, അതാണ്. ഇനി ബൈനോക്കുലർ എന്ന് പറയുമ്പോൾ എന്താ, 2 കണ്ണിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ചിലപ്പോൾ ബ്രെയിൻ കളക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പെർസീവ് ചെയ്യും. ഇനി അടുത്തത് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ. അതിൽ ഇല്യൂഷൻ വരുന്നുണ്ട്, ഹാലുസിനേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇല്യൂഷനും പെർസെപ്ഷൻ ആദ്യം എന്താണെന്ന് എഴുതിയിട്ട് വേണം, അല്ലെങ്കിൽ പെർസെപ്ഷൻ പ്രോസസ്സ് എന്താണെന്ന് എഴുതിയിട്ട് വേണം അതിലെ എറേഴ്സ് എഴുതാനായിട്ട്. അപ്പൊ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ചുറ്റുമുള്ള വേൾഡ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇല്യൂഷനും ഹാലുസിനേഷൻ മാത്രം ചോദിച്ചാലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ആദ്യം പെർസെപ്ഷൻ എന്താണെന്ന് ഒരു 3-4 സെന്റൻസ് എഴുതണം. എന്നിട്ട് എഴുതണം, അതിൽ ചിലപ്പോൾ എററുകൾ വരാനുള്ള സാധ്യതയുണ്ട്. മെനി ടൈംസ് ദ prejudices in the individual time of perception, unfavorable background, lack of clarity of stimulus, confusion, conflict in mind and such other factors are responsible for errors in perception. ഇപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എറർ ഉണ്ടാകുന്നത്? ചിലപ്പോ
പെർസീവ് ചെയ്യുന്ന ടൈമിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. അൺഫേവറബിൾ ബാക്ക്ഗ്രൗണ്ട്, ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓഫ് സ്റ്റിമുലസ്, കൺഫ്യൂഷൻ, കോൺഫ്ലിക്റ്റ് ഇൻ മൈൻഡ്, ഇതൊക്കെ നമ്മുടെ പെർസെപ്ഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എറർ വരാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ആദ്യത്തെ ഇലൂഷൻ എന്ന് പറയുന്നത്, ഇലൂഷൻ എന്ന് പറയുന്നത് എന്താ? ഫോൾസ് പെർസെപ്ഷൻ ആണ്. ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലൈ അവിടെ ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ ഇൻകറക്റ്റ്ലി പെർസീവ് ചെയ്യുക, തെറ്റായിട്ട് പെർസീവ് ചെയ്യുക. ഇതൊരു മിസ് ഇന്റർപ്രിട്ടേഷൻ ആണ്. മിസ് ഇന്റർപ്രിട്ടേഷൻ ആണ് എന്ത്? ഇല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം എന്താ? ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്, അതിനെ തെറ്റിദ്ധരിക്കുക, അതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇരുട്ടത്ത് ഒരു കയറ് കണ്ടു കഴിഞ്ഞാൽ അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ അറിയാത്ത ഒരാളുടെ സൗണ്ട് നമ്മൾ അറിയുന്ന ഒരാളുടെ വോയിസ് ആണെന്ന് തെറ്റിദ്ധരിക്കുക, ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ചിലപ്പോൾ ഗോസ്റ്റ് ആയിട്ട് തെറ്റിദ്ധരിക്കുക. ഇതൊക്കെ എന്താണ്? ഇല്യൂഷൻ ആണ്. മോസ്റ്റ് ഓഫ് അവർ ഇല്യൂഷൻസ് ആർ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി. കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന ഇല്യൂഷൻസ് എന്ന് പറയുന്നത് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ആണ്. ഇനി അടുത്തത് ഹാലൂസിനേഷൻ. ഹാലൂസിനേഷനിൽ എന്താണ്? ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല, എന്നിട്ടും നമ്മൾ അതിനെ പെർസീവ് ചെയ്യുക, തെറ്റായിട്ട് പെർസീവ് ചെയ്യുമ്പോഴാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. കണ്ടോ? ദ ഇൻഡിവിജ്വൽ പെർസീവ് സം സ്റ്റിമുലസ് ഈവൻ വെൻ ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ്. അവിടെ അങ്ങനെ ഒരു സ്റ്റിമുലൈ ഇല്ല, എന്നിട്ടും അതിനെ പെർസീവ് ചെയ്യുക. നിങ്ങൾ മറ്റേ ഇത് കണ്ടിട്ടുണ്ടോ? എബ്രഹാം ഓസ്ലർ. എബ്രഹാം ഓസ്ലറിലെ ജയറാമിന് ഹാലൂസിനേഷൻ കാണിക്കുന്നുണ്ട്. മലമ്പാമ്പ് എഴഞ്ഞു പോണത് അല്ലെങ്കിൽ പൂച്ചരിക്കുന്നതൊക്കെ പോലെയായിട്ട് തോന്നുന്നുണ്ട്. അത് ഹാലൂസിനേഷൻ ആണ്. അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല, പക്ഷെ അതിനെ പെർസീവ് ചെയ്യുക, അതാണ് ഹാലൂസിനേഷൻ. അപ്പൊ പെർസീവ് ചെയ്യുന്നത് ചിലപ്പോ ഒബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമൽസ് ആയിരിക്കാം. ഇല്ലാത്ത സാധനത്തിനെയാണ്. റിയാലിറ്റിയിൽ ആ ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഇല്ലാത്ത സൗണ്ടുകൾ പെർസീവ് ചെയ്യും. അപ്പോൾ ഹാലൂസിനേഷൻ നടക്കുന്നത് വിഷ്വൽ ഹാലൂസിനേഷൻസ് ഉണ്ട്, ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ഉണ്ട്. എല്ലാ സെൻസേഷൻസിലും എന്തുണ്ടായിരിക്കും? ഹാലൂസിനേഷൻ ഉണ്ടായിരിക്കും. യൂഷ്വലി ഇൻഡിവിജ്വൽസ് വിത്ത് അൺസൗണ്ട് മൈൻഡ്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ്, ആൽക്കഹോളിക്സ് ആൻഡ് ദോസ് ഹു ആർ ഇൻ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്സ് മേ എക്സ്പീരിയൻസ് ഹാലൂസിനേഷൻ. അതായത് ആൽക്കഹോളിക്സ്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് സ്ട്രെസ് ആയിട്ടിരിക്കുന്നവർ, ആൻസൈറ്റി ഉള്ളവർക്കൊക്കെ ഹാലൂസിനേഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ഇല്യൂഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. മുള്ളർ ലെയർ ഇല്യൂഷൻസ് ആണ് ആദ്യം പറയുന്നത്. മുള്ളർ ലെയർ എന്താ? 2 ലൈൻ വരയ്ക്കുക. ആൻസർ ഷീറ്റിൽ 2 ലൈൻ ഉണ്ടായിരിക്കണം. രണ്ടും സെയിം ആയിരിക്കും. കണ്ടോ? ഇത് രണ്ടും സെയിം ആയിരിക്കും, പക്ഷെ ഇങ്ങനെ പുറത്തോട്ട് ഏരോ ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് തോന്നും, ഉള്ളിലോട്ട് ഏരോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലെങ്ത് കൂടിയതായിട്ട് തോന്നും. അതാണ് മുള്ളർ ലെയർ ഇല്യൂഷൻ. ഇനി അടുത്തത് പോൺസോ ഇല്യൂഷൻ. ഇതേപോലെ തന്നെ റെയിൽവേ ട്രാക്ക് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2 യെല്ലോ ലൈൻസ് എന്താണ്? സെയിം ആണ്, പക്ഷെ ഈ കൺവേർജൻ ലൈൻസ് വരും തോറും ഇവിടുത്തെ ലൈൻ നമുക്ക് വലുതായിട്ട് തോന്നും. അതാണ് പോൺസോ ഇല്യൂഷൻ. ഇറ്റ് ഈസ് ഓൾസോ an optical illusion in which 2 converging straight lines distort our perception. ഈ 2 കൺവേർജിങ് ലൈൻസ് ആണ് എന്ത്? നമ്മുടെ പെർസെപ്ഷനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും ഇങ്ങനെ അടുത്തോട്ട് പോകും തോറും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പെർസെപ്ഷനിലെ എറേഴ്സ് വരുത്തുന്നുണ്ട്. ഇവിടെ ഈ മഞ്ഞ ലൈൻ നമുക്ക് എന്താണ്? സെയിം ലെങ്ത് ആണ്, പക്ഷെ കൺവേർജൻ ലൈൻസ് കാരണം ആ മഞ്ഞ ലൈന് ലെങ്ത് കൂടിയതായിട്ട് തോന്നും. ഇനി എബിംഗ്ഹോസ് ഇല്യൂഷൻ. ഇതേപോലെ തന്നെ ഒരു ചിത്രം വരയ്ക്കുക. അതായത് ഈ 2 സർക്കിളും സെയിം ആണ്, ഈ സർക്കിളും ഈ സർക്കിളും സെയിം ആണ്, ഓറഞ്ച് സർക്കിൾസ് സെയിം ആണ്, പക്ഷെ അതിന്റെ ചുറ്റുമുള്ള ഈ സർക്കിൾസിന് എന്തുണ്ട്? സൈസിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഈ ഓറഞ്ച് സർക്കിൾ നമുക്ക് തെറ്റായിട്ട് പെർസീവ് ചെയ്യുന്നുണ്ട്. ഇതിനെ എഡ്വേർഡ് ബി ടിച്ചനർ ആണ് ഇത് പോപ്പുലറൈസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ ടിച്ചനർ സർക്കിൾ എന്നും വിളിക്കുന്നുണ്ട്. ടിച്ചനർ സർക്കിൾ. ഈ ചിത്രം വരയ്ക്കാട്ടോ. ഇനി അടുത്തത് എയിംസ് റൂം ഇല്യൂഷൻ ആണ്. ഇത് അമേരിക്കൻ ഒഫ്താൽമോളജിസ്റ്റ് ആയിട്ടുള്ള ആൽബർട്ട് എയിംസ് ആണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിനെ എയിംസ് റൂം ഇല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇതും എന്താണ്? ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. അതായത് നമ്മുടെ കണ്ണിലാണ് ഇല്യൂഷൻ നടക്കുന്നത്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. ഡിസ്റ്റോർഷൻ ഓഫ് പെർസെപ്ഷൻ ഓഫ് റിലേറ്റീവ് സൈസ് ബേസിലുള്ള ഒരു പെർസെപ്ഷൻ ആണ്. ഈ എയിംസ് റൂം എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. അതിലെ ഷേപ്പിന് കുറച്ച് ഡിഫറെന്റ് ഉണ്ടായിരിക്കും. ടു ആൻ ഒബ്സർവർ, എ പേഴ്സൺ സ്റ്റാൻഡിംഗ് ഇൻ വൺ കോർണർ ഓഫ് ദ റൂം ഈസ് പെർസീവ്ഡ് ആസ് സിഗ്നിഫിക്കന്റ്ലി ലാർജർ ദാൻ ദ പേഴ്സൺ സ്റ്റാൻഡിംഗ് ഇൻ അനദർ കോർണർ. ഒരു കോർണറിൽ നിൽക്കുന്ന ആള് ഭയങ്കര ഹൈറ്റ് ആയിട്ട് തോന്നും, മറ്റാള് ചെറുതായിട്ടും തോന്നും. പക്ഷെ എന്താണ്? രണ്ടുപേരും ഒരേ ലെങ്ത് ആയിരിക്കും. ഈ റൂമിന്റെ ഷേപ്പ് കാരണം കൊണ്ട്, റൂമിന്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട്, അതാണ് എയിംസ് റൂം. അപ്പൊ അതുകൊണ്ട് 2 ആൾക്കാരും ഒരേ ഹൈറ്റിലുള്ള 2 ആൾക്കാർ ഒരു കോർണറിൽ നിൽക്കുന്ന ആൾക്കാർ വലുതായിട്ടും മറ്റേ കോർണറിൽ നിൽക്കുന്ന ആള് ചെറുതായിട്ടും തോന്നും. അതാണ് എയിംസ് റൂം ഇല്യൂഷൻ. ഇനി മൂൺ ഇല്യൂഷൻ ഉണ്ട്. മൂണിന്റെ പൊസിഷൻ. ഇപ്പൊ സെനിത്തിലാണ് വെച്ചെങ്കിൽ മൂൺ ചെറുതായിട്ട് തോന്നും, നേരെ തലയുടെ നേർക്കാണെങ്കിൽ ചെറുതായിട്ട് തോന്നും,
ഹൊറിസൺസിലോട്ട് പോകുമ്പോൾ വലുതായിട്ട് തോന്നും. അതാണ് 3 ഇല്യൂഷൻ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 5 ഇല്യൂഷൻസ് പറയുന്നുണ്ട്. മുള്ളർ ലെയർ ഇല്യൂഷൻ, പോൺസോ ഇല്യൂഷൻ, എബിംഗ്ഹോസ്, എയിംസ് റൂം, 3 ഇല്യൂഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ. ഇനി 5ാമത്തെ എന്ന് പറയുന്നത് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ആണ്. തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ തിങ്കിങ് എന്ന് പറയുന്നത് ഹയർ മെന്റൽ പ്രോസസ് ആണ്. അപ്പൊ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. തിങ്കിങ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ ആണ് വിച്ച് ഇസ് ഓഫൻ ഇംപ്ലിസിറ്റ് ആൻഡ് ഹിഡൻ ആൻഡ് ഇൻ വിച്ച് സിംബൽസ്, ഇമേജസ്, ഐഡിയാസ്, കോൺസെപ്റ്റ് ആർ ഒറിജിനലി എംപ്ലോയ്ഡ്. അതൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ക്ലൈമറിന്റെ വേറൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതായത് പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് ഇൻ വിച്ച് വി യൂസ് ഐഡിയാസ് ഓർ സിംബൽസ് ഇൻ ലേസ് ഓഫ് ഫോർവേഡ് ആക്ടിവിറ്റി. എന്താണ്? ഒരു പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് ആണ് എന്ത് തിങ്കിങ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഐഡിയാസ്, സിംബൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് ആണ് തിങ്കിങ് എന്ന് ഗ്ലൈമർ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചേക്കാം. ഇനി കുറച്ച് കാറ്റഗറീസ് ആയിട്ട് തിങ്കിങ്ങിനെ പറയുന്നുണ്ട്. പെർസെപ്ഷൻ ഓർ കോൺക്രീറ്റ് തിങ്കിങ്. അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഫോം ആണ്. എന്ത്? തിങ്കിങ്ങിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് പെർസെപ്ഷൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ് ആണ്. അതായത് വളരെ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടർ ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അധികം ആലോചിക്കാതെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് എന്ത്? പെർസെപ്ഷൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ്. വലിയ ആലോചനത്തിൽ വേണ്ടി വരില്ല. പെർസെപ്ഷൻ തിങ്കിങ് ആണ്. കണ്ടോ? 4 സെന്റൻസ് ഓൺ യുവർ ഫേവറേറ്റ് ബുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകത്തെ പറ്റിയിട്ട് ഒരു 4 വേർഡ്സ് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമേനെ പറ്റിയിട്ട് 4 വേർഡ്സ് എഴുതുക, 4 സെന്റൻസ് എഴുതുക. ഇതൊക്കെ എന്താണ്? പെർസെപ്ഷൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ് ആണ്. ഇനി കോൺസെപ്ഷൻ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ട്. സുപ്പീരിയർ ടു പെർസെപ്ഷൻ തിങ്കിങ് ആണ്. യൂസിങ് കോൺസെപ്റ്റ്, സിംബൽസ്, ലാംഗ്വേജ് ടു സോൾവ് എ പ്രോബ്ലം. നമുക്ക് കുറച്ചും കൂടി ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കോൺസെപ്റ്റ്, സിംബൽസ്, ലാംഗ്വേജ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് റിഫ്ലക്റ്റീവ് തിങ്കിങ് ഉണ്ട്. അത് റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ഈ രീതിക്കാണ് ഈ ക്വസ്റ്റിന് ആൻസർ കണ്ടെത്തിയത്, അതേപോലെ തന്നെ ഇതും ചെയ്യാം. ഇത് റിഫ്ലക്റ്റീവ് തിങ്കിങ് ആണ്. പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ് എന്താണ്? കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ആണ്. പുതിയ ഐഡിയാസ്, ഒബ്ജക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്? റീസൺഡ് ജഡ്ജ്മെന്റ് ആണ്. കുറച്ച് ക്രിട്ടിക്കൽ ആണെന്ന് തന്നെ ആലോചിച്ച് വെക്കാം. കുറച്ച് ക്രിട്ടിക്കൽ ആണ്. ജഡ്ജ്മെന്റ് എടുക്കാണ്, ഒരു തീരുമാനം എടുക്കുക. ഞാൻ തീരുമാനം എടുക്കുന്നതിലൂടെയാണ് ആളുടെ കാര്യം ഇരിക്കുന്നത്. അപ്പൊ കുറച്ച് ക്രിട്ടിക്കൽ ആയിരിക്കും. ഇതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അങ്ങനെ ഏതൊക്കെ തിങ്കിങ് ഇപ്പൊ പറഞ്ഞു? പെർസെപ്ഷൻ വളരെ സിമ്പിൾ ആയിരിക്കും. കോൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോൺസെപ്റ്റ് കൂട്ടുന്നുണ്ട്. റിഫ്ലക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്നുണ്ട്. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? ക്രിയേറ്റിവിറ്റി ആണ്. നോവൽ ഐഡിയാസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ച് ക്രിട്ടിക്കൽ ആണ്. അതായത് റീസണിങ് ആൻഡ് ജഡ്ജ്മെന്റ് ഒക്കെ ഇതിൽ പെടുന്നതാണ്. ഇനി പ്രോസസ് ഓഫ് തിങ്കിങ്, മെന്റൽ ഇമേജറി, കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിപ്പോസിഷൻസ്. അതായത് പിക്ചർ ഇൻ യുവർ മൈൻഡ്. അതിനെയാണ് മെന്റൽ ഇമേജറി എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൽ നമുക്കൊരു പിക്ചർ ഉണ്ടായിരിക്കും. ഇപ്പൊ you were told by your friend that he saw a beautiful yellow bird with a colorless beak in his garden. If you were paying enough attention to his description, you might form a visual image of the bird. കണ്ടോ? നമ്മളൊരു സെന്റൻസ് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ബ്രെയിനിൽ നമ്മളൊരു ഇമേജ് ഉണ്ടാക്കും. അതിനെയാണ് മെന്റൽ ഇമേജറി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിന് നമുക്ക് എന്ത് പറയാം? മെന്റൽ ഇമേജ് അല്ലെങ്കിൽ മെന്റൽ ഇമേജറി എന്ന് പറയാം. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എഴുതിക്കോളൂ കേട്ടാ. ഒരു ഫ്രണ്ട് നമ്മളോട് പറയാണ്, ഒരു നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കിളീനെ കണ്ടു. അതിന് വിത്ത് കളർലെസ് ബീക്ക്. ബീക്കിന് കളറൊന്നുമില്ല. എന്റെ ഗാർഡനിൽ നിന്ന് അത് വന്നിരുന്നു. അപ്പൊ നമ്മൾ അതിങ്ങനെ പിക്ചറൈസ് ചെയ്യും, നമ്മുടെ മൈൻഡിൽ പിക്ചറൈസ് ചെയ്യും. അതിനെയാണ് മെന്റൽ ഇമേജറി എന്ന് പറയുന്നത്. ഇനി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? എൻറ്റയർ ക്ലാസ് ആണ്. അതായത് ഒരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ്. കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ആശയം, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ്. അതാണ് കോൺസെപ്റ്റ്. ഇപ്പൊ ഒരു കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. എന്താണ്? 4 ഡോർ ഉണ്ട്, 4 വീൽ ഉണ്ട്, ഫ്രണ്ടിൽ ഡ്രൈവർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ഹോൺ ഉണ്ട്, ലൈറ്റ്, ഹെഡ്ലൈറ്റ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. അത് കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലൈനെ പറ്റിയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ് എന്ത്? കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് കോൺസെപ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി പറയുന്നുണ്ട്. ക്രിയേറ്റിവിറ്റിയിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ?
അല്ല, ക്രിയേറ്റിവിറ്റിയിൽ തന്നെ തിങ്കിങ് 2 ടൈപ്പ് പറയുന്നുണ്ട്, കൺവേർജന്റ് തിങ്കിങ് ആൻഡ് ഡൈവേർജന്റ് തിങ്കിങ്. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ മാത്രമാണെങ്കിൽ കൺവേർജന്റ് തിങ്കിങ് ആണ്. ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഡൈവേർജന്റ് തിങ്കിങ് ആണ്. അക്കോർഡിംഗ് ടു ഗിൽഫോർഡ്, ഡൈവേർജന്റ് തിങ്കിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിവിറ്റി. അപ്പൊ ഡൈവേർജന്റ് തിങ്കിങ് ആണ് എന്ത്, ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നത്. ക്രിയേറ്റിവിറ്റിയിൽ എന്താ, ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു സൊല്യൂഷൻ മാത്രമല്ല, അതിൻ്റെ അടുത്ത് കുറെ ഐഡിയാസ് ഉണ്ട്. അവൻ ഭയങ്കര ക്രിയേറ്റീവ് ആണ്, എന്താ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും. ഇനി ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ സ്റ്റേജസ് പറയുന്നുണ്ട്. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലൂമിനേഷൻ, വെരിഫിക്കേഷൻ. വെരിഫിക്കേഷനിൽ തന്നെ 2 സംഭവം പറയുന്നുണ്ട്, ഇവാലുവേഷൻ ആൻഡ് ഇലാബറേഷൻ. അപ്പൊ ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ സ്റ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാർട്ട് വരയ്ക്കുക, നിർബന്ധമായിട്ടും വരയ്ക്കാം. ആദ്യം എന്താണ്, പ്രിപ്പറേഷൻ ആണ്. കളക്ടിങ് റോ മെറ്റീരിയൽ അബൌട്ട് ദ പ്രോബ്ലം. നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ട റോ മെറ്റീരിയൽ ഒക്കെ കളക്ട് ചെയ്യും. ഇനി അടുത്തത് ഇൻക്യുബേഷൻ ആണ്. നമ്മൾ ഇങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ്, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിൽ ഇൻക്യുബേഷൻ സ്റ്റേജിൽ എന്താണ്, the person is not thinking about the problem consciously, but his mental processes are involved in finding a solution unconsciously. ഇവിടെ കോൺഷ്യസ്ലി അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നില്ല, പക്ഷെ അൺകോൺഷ്യസ്ലി നമ്മൾ ഈ എന്താണ് സ്വപ്നം കാണുന്നതൊക്കെ ഈ ഒരു സ്റ്റേജിൽ വരും. ഇൻക്യുബേഷൻ അൺകോൺഷ്യസിൽ നടക്കുക, കോൺഷ്യസ്ലി ചിന്തിക്കുന്നില്ല, അതിനെ വിട്ടിട്ട് അൺകോൺഷ്യസ്ലി ഉറക്കത്തിലൊക്കെ ഈ ഒരു പ്രശ്നമാണ് നമ്മുടെ ഇതിലുണ്ടായിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലും വറീഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കിടന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യും, അതിനെ പറ്റിയിട്ട് സ്വപ്നം കാണും. അപ്പൊ നമ്മൾ പറയാറുണ്ട് അല്ലെ, കിടക്കാൻ നേരത്തെ അതിനെപ്പറ്റി ആലോചിച്ച കാരണം ആ ഒരു സ്വപ്നം കണ്ടു ഇല്ലേ, നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? അത് ശരിക്കും ഈ ഒരു ഇൻക്യുബേഷൻ സ്റ്റേജ് ആണ്. നമ്മൾ ആ ഒരു ചിന്തിച്ച കാര്യം കോൺഷ്യസ്ലി നടക്കുന്നില്ല, ഉറങ്ങുന്ന ടൈമിൽ എന്താ അൺകോൺഷ്യസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ അവിടെ അങ്ങനെ പ്രോസസ്സ്, ഇങ്ങനെ മെന്റൽ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതെന്ന് ഇങ്ങനെ അൺകോൺഷ്യസ്ലി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇലൂമിനേഷൻ ആണ്. പെട്ടെന്ന് നമുക്ക് കിട്ടും, ഐഡിയ കിട്ടി, സൊല്യൂഷൻ കിട്ടി. ഇലൂമിനേഷൻ സ്റ്റേജ് ആണ്. ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ആഹ ഓർ യുറേക്ക മൊമെന്റ്. യുറേക്ക മൊമെന്റ് എന്ന് പറയുന്നത് എന്താ, ആർക്കിമിഡീസ് വെള്ളത്തിൽ നിന്നിട്ട് ഓടിയത്, യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞിട്ട് ഓടിയത്, അത് ഇലൂമിനേഷൻ സ്റ്റേജ് ആണ്. പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു സൊല്യൂഷൻ കിട്ടും, ഇലൂമിനേഷൻ. ഇനി 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ആണ്. കിട്ടിയ സൊല്യൂഷൻ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, ഇലാബറേറ്റ് ചെയ്യണം. ശരിയാണോന്ന് അറിയണ്ടേ, ഞാൻ സൊല്യൂഷൻ കണ്ടെത്തി, അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. ഇനി അങ്ങനെ 4 സ്റ്റേജസ്. അപ്പൊ വെരിഫിക്കേഷനിൽ എന്തുണ്ട്, 2 സ്റ്റേജസ് ഉണ്ട്, ഇവാലുവേഷൻ ആൻഡ് ഇലാബറേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ. ഇനി അടുത്തത് പ്രോബ്ലം സോൾവിങ് എ കോൺസെപ്റ്റ്. അടുത്തത് പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പൊ അതിൽ തന്നെ 7 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് പ്രോബ്ലം സോൾവിങ്ങിൽ. അതായത് നമുക്കൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഗോളിലോട്ടുള്ള ഒരു ബാരിയർ ആണ് അല്ലെ, എന്തെങ്കിലും ഒരു തടസ്സം. പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താ, പ്രശ്നം, മലയാളത്തിലെ പ്രശ്നം എന്ന് പറയും. അപ്പൊ അതായത് ഇപ്പൊ നമ്മള് ഒരു കല്യാണത്തിന് പോവാനായിട്ട് നിൽക്കുക. അപ്പൊ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏത് സാരി എടുക്കണം, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമുക്ക് നല്ല ഭംഗിയിൽ ഒരുങ്ങിയിട്ട് അവിടെ എത്തണം, അതാണ് നമ്മുടെ ഗോള്. അതിന്റെ ഇടയിൽ വരുന്ന ഒരു ബാരിയർ ആണ് എന്ത്, പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ therefore problem solving can be defined as a behavior or of overcoming these hindrances to achieve your goal. അപ്പൊ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഈ ഒരു ബാരിയറിനെ നമ്മൾ ഓവർകം ചെയ്യുക, അതാണ് ശരിക്കും പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതൊരു ബാരിയർ ആണ്, ആ ബാരിയറിനെ ഓവർകം ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്, പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അതിൽ 7 സ്റ്റെപ്പുകൾ ഉണ്ട്. ആദ്യം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്, ഐഡന്റിഫൈ ചെയ്തു. പ്രോബ്ലം സോൾവിങ്ങിന്റെ 3 കണ്ടീഷൻ ആണ്. എന്താണ് പ്രോബ്ലം എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്തു, എടുക്കാനുള്ള സാരി തീരുമാനിച്ചിട്ടില്ല, അതാണ് പ്രോബ്ലം. പ്രോബ്ലം ഡെഫിനിഷൻ. ഇൻ ദി സ്റ്റേജ് പ്രോബ്ലംസ് നേച്ചർ, മീനിങ് ആൻഡ് സ്കോപ്പ് ആർ ഐഡന്റിഫൈഡ്. ഇപ്പൊ ഈ ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നേച്ചർ എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, സ്കോപ്പ് എന്താണെന്നൊക്കെ ആലോചിച്ചു. എടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് നല്ലത് പറയോ, ഭംഗി ഉണ്ടാവോ, ഇതൊക്കെ ആലോചിച്ചു. പ്രോബ്ലം ഡെഫിനിഷൻ. ഇനി അടുത്തത് സ്ട്രാറ്റജി ഫോർമുലേഷൻ.
Stage involved in exploring the ways to tackle, overcome the problem, generating possible solutions. പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ വരുന്നത് ഈ മൂന്നാമത്തേലാണ്, സ്ട്രാറ്റജി ഫോർമുലേഷൻ. അലമാരയിലുള്ള സാരി മൊത്തം വലിച്ചിട്ടു, പോസിബിൾ ആയിട്ടുള്ള എല്ലാതും നോക്കുകയാണ്. അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ, ഓർഗനൈസ് ചെയ്യുക, കളക്ടിങ് ആൻഡ് ഓർഗനൈസിങ് ഓൾ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് പ്രൊപ്പോസ്ഡ് സൊല്യൂഷൻ. ഒരെണ്ണം ഏകദാണ്ടൊക്കെ നമ്മൾ ഐഡിയയിലൊക്കെ എത്തി തുടങ്ങി. Allocation of resources, after deciding which strategy is appropriate and how to follow the selected strategy. In this stage, a decision is taken regarding allocating resources, time, money, effort, etc. ഇവിടെ അലോക്കേഷൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, അതിന് വേണ്ട സമയം എന്തോരം എടുക്കും, അതിന് എന്തോരം ചെലവാവും, എന്തോരം നമ്മൾ അതിന് എഫേർട്ട് എടുക്കണം. ഇവിടെ നമുക്ക് എന്ത് പറയാം, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇപ്പൊ നമ്മൾ സാരി ഏകദേശം സെലക്ട് ചെയ്തു, അപ്പൊ അതില് ഇത് അയൺ ചെയ്യണ്ടേ, അത് ഉടുക്കാൻ ഇത്രയും നേരം വരില്ല, ഈ സാരി എടുക്കാൻ ഭയങ്കര പണിയാണ്, ഇത് ഒതുങ്ങി നിൽക്കില്ല. അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മോണിറ്ററിങ്. To solve a problem successfully, this stage requires a person to continuously cross-check or scrutiny the path he or she had chosen. നമ്മൾ സെലക്ട് ചെയ്തത് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇതെടുത്താൽ ശരിയാവോ, ഭംഗി ഉണ്ടാവോ, വൃത്തി ഉണ്ടാവോ, ആൾക്കാർ കളിയൊക്കെ ഈ ഒരു കളർ എടുത്ത് അങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു സൊല്യൂഷനിലോട്ട് എത്തുമ്പോൾ ഇത് ഓക്കെ ആണോ, ഞാൻ പറഞ്ഞ ഇതൊക്കെ സെറ്റ് ആവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ആറാമത്തെ സ്റ്റേജ്. ആൻഡ് ലാസ്റ്റ്, ഇവാലുവേഷൻ. In this last stage of the problem solving, judgment about the success or failure of the attempt to solve the problem is made. ലാസ്റ്റ് ജഡ്ജ് ചെയ്യണം, അതായത് ഇവാലുവേറ്റ് ചെയ്യുക, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ 7 സ്റ്റേജസ് വരുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി അടുത്തത് അതിൽ തന്നെ ബാരിയേഴ്സ് ടു പ്രോബ്ലം സോൾവിങ്. ഇനി പ്രോബ്ലം സോൾവിങ്ങിൽ തന്നെ ബാരിയേഴ്സ് വരും. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരികയാണ്. അത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മെന്റൽ സെറ്റ്, ഫങ്ഷണൽ ഫിക്സഡ്നെസ്, യൂസിങ് ഇൻകംപ്ലീറ്റ് റെപ്രസെന്റേഷൻ, ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ് ഓർ ഇന്റലക്ട്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഇമോഷണൽ ബ്ലോക്ക്. പ്രോബ്ലം സോൾവിങ് നന്നായിട്ട് നോക്കുക. ബാരിയേഴ്സ് പറയുകയാണെങ്കിൽ മെന്റൽ സെറ്റ് അല്ലെങ്കിൽ പെർസെപ്ഷൻ സെറ്റ്, അതായത് our tendency to overuse an already tried mental strategy in solving a problem is called a mental set. അപ്പൊ ഇത് സെറ്റ് എഫക്റ്റ് എന്നും കൂടെ പറയും. അതായത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി തന്നെ, കഴിഞ്ഞ വട്ടം ഇട്ടിട്ടുള്ള അതേ ഡ്രസ്സ് തന്നെ ഇടുക, അതൊരു അതിനെ മെന്റൽ സെറ്റ് എന്ന് പറയും. ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ള മെന്റൽ സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യുക, ഒരു പ്രോബ്ലം സോൾവിങ്ങിൽ യൂസ് ചെയ്യുക. അതൊരു ബാരിയർ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പൊ പുതിയ ഐഡിയാസ് എപ്പോഴും കൊണ്ടുവരാനായിട്ട് നോക്കണം. അപ്പൊ അതെന്താണ്, അതൊരു തടസ്സമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, കഴിഞ്ഞ കല്യാണത്തിന് ഞാൻ ഇതേ സാരി തന്നെയാണ് എടുത്തത്, അപ്പൊ ഇത് പ്രശ്നമാകും. അപ്പൊ പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു ബാരിയർ വന്നു. ഇനി അടുത്തത് ഫങ്ഷണൽ ഫിക്സഡ്നെസ്. Our tendency to see objects in the light of its usual or typical function only, thus posing difficulty in solving those problems which require the novel use of the objects. ഇവിടെ എന്താണ്, നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബാരിയർ ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് വേണം, പുതിയ ഐഡിയാസ് വേണം. ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള അതേ സംഭവങ്ങൾ, ടിപ്പിക്കൽ ഫങ്ഷൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് തന്നെ നോക്കിയിരിക്കുക. അതാണ് ആ ഒരു ടെൻഡൻസിനെയാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുന്നത്. ഇനി യൂസിങ് ഇൻകംപ്ലീറ്റ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ, അത് എന്തിലോട്ട് ലീഡ് ചെയ്യും, ഇൻകറക്റ്റ് റെപ്രസെന്റേഷനിലോട്ട് ലീഡ് ചെയ്യും. അപ്പൊ ഒരു തെറ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് വരും. ഇനി ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ് ഓർ ഇന്റലക്ട്, നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോബ്ലത്തിനെ കുറിച്ച് വലിയ അറിവും കാര്യങ്ങളും ഒന്നുമില്ല എങ്കിൽ അതും ഒരു ബാരിയർ ആണ്. ഇനി ലാക്ക് ഓഫ് മോട്ടിവേഷൻ, മോട്ടിവേറ്റഡ് അല്ല എങ്കിൽ അതും എന്താണ്, ഒരു ബാരിയർ ആണ്. ഇമോഷണൽ ബ്ലോക്ക്, വേറെ എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ആയിട്ട് ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഇരിക്കുന്ന നേരത്താണെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതും ഒരു ബാരിയർ ആണ്. ഇനി ഡിസിഷൻ മേക്കിംഗ് നോക്കണം കേട്ടോ, അതും ഇമ്പോർട്ടന്റ് ആണ്, വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിന്റെ ഏതാണ്ട് അതേപോലൊക്കെ തന്നെയാണ്. നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾക്ക് നോക്കാം. ഇനി അടുത്തത്
കോൺസെപ്റ്റ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ലാംഗ്വേജ്. അതിൽ പറയുന്നത് ലാംഗ്വേജിന്റെ കോമ്പോണൻസ് പറയുന്നുണ്ട്. ഫോണീം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ആൽഫബറ്റ്സ്. ഇപ്പൊ കണ്ടോ, പെൻ എന്നുള്ള വേർഡില് PE എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിലത്തെ ഫോണീംസ് എന്ന് പറയുന്നത് PEN, അതാണ് ഫോണീംസ്. മോർഫീം എന്ന് പറയുന്നത് എന്താ, രണ്ട് വേർഡുകൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു മീനിങ് ഉള്ള വേർഡ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ദ വേർഡ് റിമേക്ക് കൺസിസ്റ്റ് ഓഫ് 2 വേർഡ്സ്. 2 വേർഡ്സുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ മീനിങ് ഉള്ള ഒരു വേർഡായ അതിനെ മോർഫീം എന്ന് പറയും. ഇനി സെമന്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു സെറ്റ് ഓഫ് റൂൾസ് ബൈ വിച്ച് വി അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് സെന്റൻസസ്. അതായത് ഒരു മീനിങ് ഫുൾ ഉള്ള വേർഡാക്കി മാറ്റാനായിട്ട് അതിൽ കുറച്ച് റൂൾസുകൾ ആഡ് ചെയ്യാം. അതായത് നമുക്ക് ഗ്രാമർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഗ്രാമർ അല്ല, ഇപ്പൊ ED ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ആഡിങ് ED അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ് റെഫേഴ്സ് ടു പാസ്റ്റ് ടെൻസ്. ഇംഗ്ലീഷിൽ ED ആഡ് ചെയ്യുമ്പോൾ എന്താകും, അത് പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. അത് സെമന്റിക്സ് ആണ്. ഇനി സിന്റാക്സ് എന്ന് പറയുന്നത് എന്താ, ഗ്രാമാറ്റിക്കൽ റൂൾസ് ആണ്. എങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ഫോം ചെയ്യണം, അതിന്റെ അത്തരം ഒരു ഗ്രാമാറ്റിക്കൽ റൂൾസിനെ നമുക്ക് സിന്റാക്സ് എന്ന് പറയാം. ഇനി പ്രാഗ്മാറ്റിക്സ്, സൊസൈറ്റൽ റൂൾസ് റിലേറ്റഡ് ടു ലാംഗ്വേജ്. മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണം, പബ്ലിക്കിൽ എങ്ങനെ സംസാരിക്കണം, പ്രൈവറ്റിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ എന്താണ്, പ്രാഗ്മാറ്റിക്സ് ആണ്. ഇനി ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജില് ഇൻഫൻസിന്റെ ലാംഗ്വേജ് പറയുന്നുണ്ട്, അത് നോക്കണം. പിന്നെ ലാംഗ്വേജ് ഇൻ ചിൽഡ്രൻ, അതൊക്കെ നോക്കാം. അപ്പൊ ഹോളോ ഫ്രേസ് സ്പീച്ച്, ഓവർ എക്സ്റ്റൻഷൻ, മോർഫോളജി, സിന്റാക്സ്, ഇതൊക്കെ നോക്കുക കേട്ടോ. മോർഫോളജി, സിന്റാക്സ് നമുക്ക് നേരല്ലാത്തോണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണ്. പ്രാഗ്മാറ്റിക്സ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിൽ ഇത്രയും പോയിന്റ് എഴുതാനായിട്ടുള്ളൂ. അപ്പൊ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്താണെന്ന് എഴുതണം, ലാംഗ്വേജും തിങ്കിങ്ങും എന്താണെന്ന് എഴുതിയിട്ട് ഈ പോയിന്റ്സ് എഴുതാം. പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് കൂടെ എഴുതാം. ലാംഗ്വേജ് എഴുതണം, തിങ്കിങ് എഴുതണം, എന്നിട്ട് ഈ ഒരു റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തോട്ട് എഴുതാം. ഇനി തീരെ പഠിച്ചിട്ടില്ലാത്തവർക്ക് ഈ ചാപ്റ്റർ വേണമെങ്കിൽ ഒഴിവാക്കാം. ലേണിംഗിന്റെ ചാപ്റ്റർ, അതുപോലെ തന്നെ 6ഉം 7ഉം വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതില് ലേണിംഗ്, ടൈപ്സ് ഓഫ് ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ്. തിയറീസ് ഓഫ് ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അതിലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പറയുന്നുണ്ട്, ഓപ്പറന്റ് ഓർ ഇൻസ്ട്രുമെന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷണൽ ലേണിംഗ്, കോഗ്നിറ്റീവ് ലേണിംഗ്, ലേണിംഗ് ബൈ. ഇപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ലേണിംഗ് ബൈ അസോസിയേഷൻ ആണ്. ഇവിടെ ഇവാൻ പൗലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് പറയുന്നത്. അതായത് ഇവിടെ എന്താണ്, ഒരു ഡോഗിനെ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഡോഗിന് ഫുഡ് കൊടുക്കുന്നത്, ഒരു മിനിറ്റ് ഞാൻ വേറൊരു തരാം, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഒരു മിനിറ്റ് കേട്ടോ. കാണുന്നുണ്ടോ ഇത് പിക്ചർ? കാണുന്നുണ്ട്. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. കണ്ടോ, ഈ ഒരു പിക്ചർ നോക്കാം. ഇവിടെ കണ്ടോ, കാണിച്ചുതരാം. ഇവിടെ കണ്ടോ, ഡോഗിന് ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് എന്ന് പറയുന്നത് എന്താ, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഒരു കണ്ടീഷനും ഇല്ലാത്ത സ്റ്റിമുലസ് നായ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ കണ്ടീഷനിങ്ങിന് മുന്നേ ആണ് കേട്ടോ പറയുന്നത്. കണ്ടോ, കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്. ലേണിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നായനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് എന്നുള്ളത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഡോഗ് സലൈവേറ്റ് ചെയ്യാതെ പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. എന്നിട്ട് അവിടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് കൊണ്ടുവരും. അതായത് ബെല്ലാണ് എന്ത്, ന്യൂട്രൽ സ്റ്റിമുലസ്. ഈ ബെല്ല് ഇങ്ങനെ അടിക്കുമ്പോൾ നായ്ക്ക് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ബെല്ലടിക്കുമ്പോൾ നായ ഒന്നും ചെയ്തായിരുന്നില്ല. പക്ഷെ കണ്ടീഷനിങ്ങിന്റെ ടൈമിൽ എന്ത് ചെയ്യും, ബെല്ലും ഫുഡും കൂടെ ഒരുമിച്ച് കൊണ്ടുവരും. കണ്ടോ, കണ്ടീഷനിങ് ചെയ്തെടുക്കാണ്. ഫുഡ് കൊണ്ടുവരുന്നു, ഒപ്പം ബെല്ലടിക്കുന്നു. അപ്പൊ നായ എന്ത് ചെയ്യും, സലൈവേറ്റ് ചെയ്യും. കാരണം എന്താ, അവിടെ ഫുഡ് ഉണ്ട്. അപ്പൊ നായ്ക്ക് മനസ്സിലായി ഫുഡ് ഉണ്ട്, ഒപ്പം ബെല്ലും അടിക്കുന്നുണ്ട്. അപ്പൊ കണ്ടീഷനിങ് ചെയ്തെടുത്താൽ പിന്നെ കണ്ടീഷനിങ്ങിന് ശേഷം എന്താവും, ഫുഡ് ഇല്ലാതെ തന്നെ ബെല്ലടിക്കുമ്പോഴേക്കും നായ സലൈവേറ്റ് ചെയ്യും. കാരണം എന്താ, ഇവിടെ ബെല്ലും ഫുഡും കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. രണ്ട് ഈവൻസിനെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. ഫുഡ് പ്ലസ് ബെല്ലാക്കി. അപ്പൊ നായ്ക്ക് മനസ്സിലായി ബെല്ല് കിട്ടുമ്പോൾ ഫുഡ് ഉണ്ടാവും. അതുകൊണ്ട് നായ എന്ത് ചെയ്തു, ഫുഡ് ഇല്ലാതെ തന്നെ കണ്ടീഷൻഡ് റെസ്പോൺസ് വന്നു. അപ്പൊ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ബെല്ലായി, കണ്ടീഷൻഡ് റെസ്പോൺസ് സലൈവേഷൻ ആയി. മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്.
അപ്പൊ ഈ ഒരു പിക്ചർ ഓർത്ത് വെച്ചിട്ട് എഴുതുക. അപ്പൊ ആദ്യം അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഫുഡും അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് നായുടെ സലൈവേഷനും ആയിരുന്നു. അവിടെ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ല് കൊണ്ടുവന്നു. എന്നിട്ട് ഈ ബെല്ലും ഫുഡും കൂടെ അസോസിയേറ്റ് ചെയ്തു. അപ്പൊ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് വന്നു, സലൈവേഷൻ. എന്നിട്ട് ആഫ്റ്റർ കണ്ടീഷനിങ് പിന്നെ എന്തായി? കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബെല്ല്. അപ്പൊ അത് കാണുമ്പോഴേക്കും നായ കണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ടുള്ള സലൈവേഷൻ വന്നു. അപ്പൊ മനസ്സിലായോ? ഓക്കെ ആണോ അത്? അത് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് വായിച്ചു നോക്കുക. അപ്പൊ അത് ഒരു ഏകദേശം ഒരു ധാരണയിലെത്തും. ഇനി അടുത്തത് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ കണ്ടീഷൻ ചെയ്തെടുത്തതാണ്. ചെറിയൊരു കുട്ടീനെ വെച്ചിട്ട് അതിന്റെ ചുറ്റും കുറെ ടോയ്സുകൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒരു വൈറ്റ് റാറ്റ് ഉണ്ടായിരുന്നു, അത് കാണിച്ചു തരാം കേട്ടോ. ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് ഉണ്ടോ? ഒരു കുട്ടീനെ എടുത്തിട്ട് 9 മാസമുള്ള ഒരു കുട്ടിയായിരുന്നു ലിറ്റിൽ ആൽബർട്ട് എന്ന് പറയുന്നത്. ആ കുട്ടീന്റെ അടുത്ത് കുറെ സ്റ്റിമുലേ ഇട്ട് കൊടുക്കും, കുറെ ടോയ്സുകളൊക്കെ ഇട്ട് കൊടുക്കും. അതില് വൈറ്റ് റാറ്റ് മാത്രം അടുത്തേക്ക് ചെല്ലുമ്പോ എന്താക്കും? വലിയൊരു സൗണ്ട് ഉണ്ടാക്കും. ഒരു ഹാമർ വെച്ചിട്ട് വലിയൊരു സൗണ്ട് ഉണ്ടാക്കുമ്പോ കുട്ടി പേടിച്ചു കരയും. അപ്പൊ അതിനുശേഷം ഇതേ സിമിലർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളോടൊക്കെ കുട്ടിക്ക് പേടിയായിരിക്കും. അപ്പൊ അവിടെ ഫിയർ എന്നൊരു സംഭവത്തിനെ ലേൺ ചെയ്തെടുപ്പിച്ചു. ഫിയർ എന്ന ഒരു ഇമോഷനെ ലേൺ ചെയ്തെടുപ്പിച്ചു. ഇതും എന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങില് ലേണിങ്ങിൽ വരുന്നതാണ്. അപ്പൊ അതും ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനി അടുത്തത് വരുന്നത് ഇവിടെ ഉണ്ടോ? ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് വൈറ്റ് റാറ്റ് ആണ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ലൗഡ് നോയ്സ് ആണ്. അപ്പൊ ഈ ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് വന്നു. എന്താ? ഈ കുട്ടി കരയാനായിട്ട് തുടങ്ങി. ക്രൈങ് ആൻഡ് ഫിയർഫുൾ ഇമോഷണൽ റെസ്പോൺസ്. അപ്പൊ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഇവിടെ വൈറ്റ് റാറ്റ് ആണ്. കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ക്രൈങ് ആൻഡ് ഫിയർഫുൾ ഇമോഷൻ റെസ്പോൺസ്. അത് വായിച്ചു നോക്കുക. ഇനി ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് BF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. അതായത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലേൺ ചെയ്തെടുക്കും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇതാണ് ഓപ്പറൻസ് ഓൺ ദ എൻവയറൺമെന്റ് പറയുന്നത്. സ്കിന്നേഴ്സ് റൈറ്റ്. ഇത് രണ്ടും പ്രിമേർ പ്രിൻസിപ്പൽ. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നെ വരുന്നത് ആറാമത്തെ 7-ാമത്തെയും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. 6-ാമത്തെ ലേണിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം അത് നോക്കുക. 8-ാമത്തെ ചാപ്റ്റർ മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷനില് നമുക്ക് 3 മെയിൻ ടേംസുകളാണ് പറയുന്നത്. നീഡ്സ്, ഡ്രൈവ്സ്, ഇൻസെന്റീവ്സ്. നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഫുഡ് വേണം, വാട്ടർ വേണം, ഇതൊക്കെ എന്താണ്? നീഡ്സ് ആണ്. ഈ ഡ്രൈവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ ആണ്. നമ്മുടെ ഒരു ത്വര എന്ന് പച്ച മലയാളത്തിൽ പറയും. അതായത് ഇപ്പൊ വെള്ളം വേണം എന്നുള്ളത് നീഡ്സ് ആണ്. പക്ഷെ തേഴ്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈവ് ആണ്. ഓക്കെ, വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ നീഡ്സ് ആണെങ്കിൽ തേഴ്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈവ് ആണ്. ഇനി ഫുഡ് എന്ന് പറയുന്നത് നീഡ്സ് ആണെങ്കിൽ ഹംഗ്രി എന്ന് പറയുന്നത് ഡ്രൈവ്സ് ആണ്. മനസ്സിലായോ? നീഡ്സും ഡ്രൈവ്സും സെപ്പറേറ്റ് ചെയ്യാൻ ഓക്കെ ആണോ? അത് നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ. ഇനി ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ആവശ്യം തന്നെയാണ്, പക്ഷെ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. പുറമേ നിന്നൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. ദിസ് ഈസ് എക്സ്റ്റേണൽ ഓർ ഈസ് ഫ്രം ദ എൻവയറൺമെന്റ് ആൻഡ് പ്ലേസ് എ റോൾ ഇൻ മോട്ടിവേറ്റിംഗ് ബിഹേവിയേഴ്സ്. ഇറ്റ് കുഡ് ബി ആൻ ഒബ്ജക്ട് ഓർ എൻ ഇവന്റ്. എ ട്രോഫി വൺ ഇൻ എ ഗെയിം ക്യാൻ ബി ടേംഡ് ആസ് ആൻ ഇൻസെന്റീവ് ടു ഡു വെൽ ഇൻ ദാറ്റ് ഗെയിം. ഒരു ട്രോഫി കൊടുക്കുന്നത് എന്താണ്? ഇൻസെന്റീവ് ആണ്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ടേംസുകളാണ് ഈ പറയുന്നത്. നീഡ്സ്, ഡ്രൈവ്സ് ആൻഡ് ഇൻസെന്റീവ്സ്. ഇൻസെന്റീവ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. ഇനി ഫങ്ഷൻസ് ഓഫ് മോട്ടിവേഷണൽ കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് അല്ല. ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ പഠിക്കണം. പ്രൈമറി മോട്ടിവേഷൻ, സെക്കൻഡറി മോട്ടിവേഷൻ. പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബേസിക് ബയോളജിക്കൽ നീഡ്സ് ഒക്കെ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആണ്. റിലേറ്റഡ് ടു ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ്, സെക്സ്, അവോയ്ഡൻസ് ഓഫ് പെയിൻ. ഇതൊക്കെ എന്താണ്? പ്രൈമറി മോട്ടിവേഷൻ ആണ്. സെക്കൻഡറി മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലേൺഡ് മോട്ടിവേഷൻ ആയിരിക്കും. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? സെക്കൻഡറി മോട്ടിവേഷൻ ആണ്. കാരണം അത് നമ്മുടെ മറ്റൊരാളെ കണ്ട് ലേൺ ചെയ്തെടുക്കുന്നതാണ് സെക്കൻഡറി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മേ ഡിഫർ ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഇത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇനി എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് പറയുന്നുണ്ട്. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ എന്താണ്?
പുറമേ നിന്ന് വരുന്ന മോട്ടിവേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ റിവാർഡ്സ്, പ്രൈസ് ഒക്കെ പറയാം. അതൊക്കെ പുറമേ നിന്നാണ്. റിവാർഡ്, പണിഷ്മെന്റ്, മണി, ഫീഡ്ബാക്ക്, ഇതൊക്കെ എക്സ്ട്രിൻസിക് ആണ്. ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് എന്ത്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ചാലഞ്ച്, എൻജോയ്മെന്റ്, മാസ്റ്ററി, ഓട്ടോണോമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ, ഇതൊക്കെ ഇൻട്രിൻസിക് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ്. ചലഞ്ച് എന്ന് പറയുന്നത് എന്താ, നമ്മളായിട്ട് തന്നെ ചലഞ്ച് ഏറ്റെടുക്കുക. ചലഞ്ചോട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും അല്ലെ. ഇന്ന് 10 മണിയുടെ ഉള്ളിൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കും, ചലഞ്ചാണ്. അപ്പൊ നമ്മൾ മോട്ടിവേറ്റഡ് ആയി. ഇനി എൻജോയ്മെന്റ് ഉണ്ട്, ആസ്വദിച്ച് പഠിക്കുന്നവരുണ്ട്. എൻജോയ്മെന്റ് അതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. മാസ്റ്ററി, അതായത് റിലേറ്റഡ് ടു സെൻസ് ഓഫ് പ്രൈഡ്, അഹങ്കരിച്ച് പഠിക്കാം. അത് എനിക്ക് പഠിക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്, അതിന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പഠിക്കുകയാണ്, മാസ്റ്ററി ആണ്. ഓട്ടോണോമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ, അതെന്താണ്? ഓട്ടോണോമി ദാറ്റ് ഇൻഡിവിജ്വൽ. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ അതാണ് എന്താണ് പറഞ്ഞത്. ഇപ്പൊ 4 ഫാക്ടേഴ്സ് ആണ് ഇൻട്രിൻസിക്കലി വരുന്നത്. ചലഞ്ച്, എൻജോയ്മെന്റ്, മാറ്ററി, ഓട്ടോണോമി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. ഓട്ടോണോമി എന്താ, എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്, എന്റെ അധികാരമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ഇന്ന് ഏത് ചാപ്റ്റർ പഠിക്കണം, ഇന്ന് പഠിക്കണോ പഠിക്കണ്ടേ, ഇതൊക്കെ എന്റെ തീരുമാനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആവും. അങ്ങനെ 4 ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. തിയറീസ് ഓഫ് മോട്ടിവേഷനിൽ ഡ്രൈവ്, റിഡക്ഷൻ, മോട്ടിവേഷൻ പറയുന്നുണ്ട്. അതായത് ഡ്രൈവ് തിയറിയാണ്. നമുക്കൊരു ഡ്രൈവ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ വിശപ്പ് എന്ന് പറയുന്നത് ഒരു ഡ്രൈവ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു നീഡ്സിലോട്ട് എത്തും, ഇന്ന കാര്യം ചെയ്യണം. ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്, ഇന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം, കാരണം എനിക്ക് വിശപ്പുണ്ട്. അപ്പൊ അതൊരു ഡ്രൈവ് റിഡക്ഷൻ മോഡൽ പറയുന്നുണ്ട്. ദീസ് തിയറീസ് ആർ കോൾഡ് ദ പുഷ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. പുഷ് ചെയ്യാണ്, ഒരു ഇൻഡിവിജ്വലിനെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പുഷ് തിയറി ഓഫ് മോട്ടിവേഷൻ. ഡ്രൈവ് റിഡക്ഷൻ മോഡൽ states that lack of some basic biological need produces a drive to push an organism to satisfy that need. കണ്ടോ, ഇവിടെ എന്താണ്, ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും ഫുഡ് കഴിച്ചേ പറ്റൂ. ഒരു ഗോളിലോട്ട് എത്തിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബയോളജിക്കൽ നീഡ്സുകളുടെ കുറവുകൾ ഉണ്ടെങ്കിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഇൻഡിവിജ്വലിന് ഇങ്ങനെ ആ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഉണ്ട്. ദ എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി ഡ്രൈവ്സ് തേഴ്സ്റ്റ്, ഹങ്കർ, സ്ലീപ്പ്, സെക്സ്. സെക്കൻഡറി ഡ്രൈവ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് എക്സ്പീരിയൻസ് ആൻഡ് ലേണിംഗ്. പഴയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കും, മോട്ടിവേറ്റഡ് ആവുകയാണ്. അതേപോലെ തന്നെ ലേണിംഗ്. ഒരു കാര്യം നമുക്ക് ഇപ്പോ, ഞാൻ കഴിഞ്ഞ എക്സാമിന് ഞാൻ തീരെ പഠിച്ചില്ല, എനിക്ക് മാർക്ക് കുറഞ്ഞു. പ്രീവിയസ് എക്സ്പീരിയൻസ് പ്ലസ് ലേണിംഗ് ആണ്. ഞാൻ അതിൽ നിന്നൊരു പാഠം പഠിച്ചു, എന്താണ്, ഇനി നന്നായിട്ട് പഠിക്കണം. സെക്കൻഡറി ഡ്രൈവ്സ് ആണ്. ഇനി അടുത്തത് ഒപ്റ്റിമൽ എറൗസൽ മോഡൽ പറയുന്നുണ്ട്. അതിൽ ഈ ഒരു ഡയഗ്രാം വരയ്ക്കണം. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയഗ്രത്തിലാണ് കൃത്യമായിട്ട് പറയുന്നത്. അതായത് നമുക്ക് എപ്പോഴും ഒരു ഒപ്റ്റിമൽ സ്റ്റേറ്റിൽ പോവാം, കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. കൂടെ കണ്ടോ, നമുക്ക് മോട്ടിവേഷൻ കുറവാണെന്ന് വിചാരിക്കാം. നമുക്ക് അതല്ല, വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഭയങ്കര സ്പീഡിൽ പണിയെടുക്കുക എന്ന് വിചാരിക്കാം, നമുക്ക് ആ ഒരു ജോലി കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ എന്തായിരിക്കും, ക്ഷീണാവും. ഈ നല്ല സ്പീഡ് കുറവിൽ ചെയ്യാൻ, ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കാം, അപ്പോഴും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവില്ല. കാരണം എന്താ, അതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഒപ്റ്റിമൽ സ്റ്റേറ്റിൽ പോവാ. കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ലോ ഉണ്ട്, ഇവിടെ ഹൈ ഉണ്ട്. നമ്മളൊരു ഒപ്റ്റിമൽ സ്റ്റേറ്റിൽ പോവാ. അപ്പൊ നമ്മുടെ പെർഫോമൻസ് കൂടുതലായിരിക്കും. ഇതാണ് പെർഫോമൻസ് ലെവൽ. ഇതാണ് കണ്ടോ, ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തും. അപ്പോഴൊരു ഒപ്റ്റിമൽ സ്റ്റേറ്റിൽ പോകണം. അതാണ് ഈ ഒരു ഒപ്റ്റിമൽ അറൗസൽ തിയറി പറയുന്നത്. ഈ ഒരു ഗ്രാഫ് പോലത്തെ ഈ ഒരു സംഭവം വരയ്ക്കണം. ഇൻസെന്റീവ് തിയറി എന്ന് പറയുന്നത്
ഫുൾ തിയറിയാണ്. ഇൻസെന്റീവ്സ് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടിവേറ്റഡ് ആവും എന്നുള്ളത്. കോഗ്നിറ്റീവ് അപ്രോച്ചസ് പറയുന്നുണ്ട്. കോഗ്നിറ്റീവ് അപ്രോച്ചസ് വായിച്ചു നോക്കുക. ഹയറാർക്കിക്കൽ മോഡൽ, മാസ്ലോന്റെ ഹയറാർക്കിക്കൽ മോഡൽ വരയ്ക്കണം കേട്ടോ. മാസ്ലോന്റെ ഹയറാർക്കിക്കൽ മോഡൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ഈ ഒരു പിരമിഡ് വരയ്ക്കുക. ആദ്യത്തെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, അതായത് നമ്മുടെ ബേസിക് നീഡ്സ്, ഫുഡ്, സ്ലീപ്പ്, സെക്സ്, തേസ്റ്റ്, ഷെൽട്ടർ, ഇതൊക്കെ എന്താണ്, എയർ, വാട്ടർ, ഇതൊക്കെ എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ്. അപ്പൊ ഈ ഫിസിയോളജിക്കൽ നീഡ്സ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ സേഫ്റ്റി നീഡ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. സേഫ്റ്റി നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പേഴ്സണൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെന്റ്, റിസോഴ്സസ് ആൻഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി. ഇപ്പൊ ഇതൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെവലിലോട്ട് പോവാം, ലവ് ആൻഡ് ബിലോങ്ങിങ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ ഒരാൾ വേണം എന്നുള്ള തോന്നല്. അപ്പൊ അത് ആയി കഴിഞ്ഞാൽ പിന്നെ എസ്റ്റീമാണ്, ഒരു സ്റ്റാറ്റസ് വേണം, എല്ലാവരും തിരിച്ചറിയണം, ഒരു സ്ട്രെങ്ത് വേണം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. അതിന്റെ ഏറ്റവും ലാസ്റ്റ് എന്താണ്, സെൽഫ് ആക്ച്വലൈസേഷൻ. ആ ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ എത്തും. അങ്ങനെ 5 ലെവൽസ് ആയിട്ടാണ് മാസ്ലോന്റെ നീഡ്സ് പറയുന്നത്. ഡയഗ്രാം വരയ്ക്കണം, പിരമിഡ് വരച്ച് എഴുതണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൽഡർഫറിന്റെ ERG തിയറി, അതായത് മാസ്ലോന്റെ 5 ഫാക്ടേഴ്സിനെ ഇയാൾ 3 ആക്കിയിട്ട് മാറ്റി. ഇദ്ദേഹം 3 ആക്കിയിട്ട് മാറ്റി. അതായത് ഈ സേഫ്റ്റിയും ഫിസിയോളജിക്കൽ കൂട്ടിയിട്ട് എക്സിസ്റ്റൻഷ്യൽ ആക്കി, ലവ് ആൻഡ് ബിലോങ്ങിങ്ങും എസ്റ്റീമും കൂട്ടിയിട്ട് 6 ആക്കി, റിലേറ്റഡ്നെസ് ആക്കി, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത് G ആക്കി. അതാണ് ഓക്കെ, ഇതാക്കണ്ട എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത് തിയറി. അപ്പൊ അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെയാണ് ആള് മാറ്റിക്കുന്നത്. ഇനി ഹെഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി പറയുന്നുണ്ട്. ഹൈജീൻ ഫാക്ടേഴ്സ്, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. അതായത് സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും ആണ് പറയുന്നത്. സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും 2 എക്സ്ട്രീമിലാണ്, 2 ഓപ്പോസിറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതില് സാറ്റിസ്ഫാക്ഷന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നോ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഡിസാറ്റിസ്ഫാക്ഷന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നോ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ് എന്ത്, സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂട്ടുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടോ, സാലറി കണ്ടോ, സാലറി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കൂടും. ഓക്കെ, ഇനി ഹൈ സാലറി കേട്ടോ, ഹൈ സാലറി കൂട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് സാലറി കൂട്ടുകയാണ്, സാറ്റിസ്ഫാക്ഷൻ കൂടും. ഇനി വർക്ക് ലോഡ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ഇത് വർക്കിംഗ് കണ്ടീഷൻസ് ഒന്ന് കുറച്ചു എന്ന് വിചാരിക്കാം. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല, പക്ഷെ എന്താണ്, നോ ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല. അതാണ് ഇവിടെ ഹെഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി പറയുന്നത്. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രൊമോഷൻ കിട്ടി, പ്രൊമോഷൻ കിട്ടുമ്പോ എന്താണ്, സാറ്റിസ്ഫാക്ഷൻ കൂടി, ആണോ, സാറ്റിസ്ഫാക്ഷൻ കൂടി. അപ്പൊ സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്ന ഫാക്ടേഴ്സ് ആണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ഡിസാറ്റിസ്ഫാക്ഷൻ വരുത്താത്ത ഫാക്ടേഴ്സ് ആണ് ഹൈജീൻ ഫാക്ടേഴ്സ്. അത് ഓർത്ത് വെക്കുക. എന്നിട്ട് ഇത് വായിച്ചു നോക്കുക. ഇനി മെക്ലൻജിന്റെ അക്വയർ നീഡ്സ് തിയറി പറയുന്നുണ്ട്. 3 നീഡ്സ് പറയുന്നുണ്ട്. നീഡ്സ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ. ഓക്കെ ആണല്ലോ, വായിച്ചു നോക്കുക കേട്ടോ. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കിയിട്ട്, അപ്പൊ ഞാൻ ഏകദേശം ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. നൈറ്റ് ആണല്ലോ, ടെൻഷൻ ആവുമോന്നൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ ആണല്ലോ, ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നുണ്ട്. ഇപ്പൊ ഫുഡ് കഴിക്കാനുള്ള നേരമൊക്കെ, മക്കളൊക്കെ കരഞ്ഞു തുടങ്ങി, അതുകൊണ്ടാണ് കേട്ടോ നിർത്തുന്നത്. ഓക്കെ ആണല്ലോ, അപ്പൊ എല്ലാവർക്കും എക്സാം എളുപ്പമാവട്ടെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഓൺലൈനിൽ ആവുന്ന ടൈമിൽ ഞാൻ എന്തായാലും ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കും. ഓക്കെ ട്ടാ, താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു.